വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ് സഭയെന്നും നിലനിർത്തിയിട്ടുള്ളത്. നമുക്കറിയാം, സഭയുടെ ചരിത്രത്തിൽ പരിശുദ്ധ ബാവാതിരുമേനിയുടെ ആസ്ഥാന ദേവാലയമായ ഏലിയ കത്തീഡ്രൽ ദേവാലയം നിർമ്മിക്കുമ്പോൾ അതിന് മുഴുവൻ തുകയും മലങ്കര സഭയിലെ സ്ത്രീകൾ നൽകിയ സംഭാവനകളിലൊക്കെയാണ് പരിശുദ്ധ സഭ സമാഹരിച്ചത്. നമ്മുടെ ദേവാലയത്തെ സംബന്ധിച്ചും നമ്മുടെ ബുധനാഴ്ച സംഗമവും പ്രാർത്ഥനയും ഒക്കെ ഇതുവരെ നമ്മുടെ ദേവാലയത്തിൻ്റെ നിർമ്മാണ കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത് നന്ദിപൂർവ്വം ഇടവകയുടെ ശുശ്രൂഷകളുടെ ഓർമ്മ. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകമായി വേർതിരിച്ച് പരിശുദ്ധ ബാവാതിരുമേനിക്കും പരിശുദ്ധ സഭയുടെ മെത്രാപ്പൊലീത്തന്മാർക്കും വിശുദ്ധീകരിച്ച് നമുക്ക് നൽകുവാൻ തക്കവണ്ണം, ദൈവത്തിന് നൽകുവാൻ തക്കവണ്ണം, ദൈവത്തിന് സമർപ്പിക്കുവാൻ തക്കവണ്ണം നമുക്കും പ്രാർത്ഥനാപൂർവ്വം വരുന്ന ഇന്ന് നമ്മോട് അല്പസമയം ദൈവവചനം സംസാരിക്കുന്നത് നമ്മുടെ ഇടവക അംഗമായ പുളിമോട് വീട്ടിൽ പ്രിയപ്പെട്ട CPP അലക്സാണ്ടർ അവറുകളാണ്. എനിക്ക് സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട അലക്സാണ്ടർ ചാൻ ദീർഘനാളുകളായി എനിക്ക് വളരെ സുപരിചിതനായ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ദൈവം ധാരാളമായിട്ട് ആനന്ദങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വചനം പ്രാർത്ഥിച്ച് തൻ്റെ വിശ്വാസ മക്കൾക്ക് പകർന്നു നൽകുവാനായിട്ട് ദൈവം താഴ്ന്നു നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയാണ്, പരിശുദ്ധാത്മാവിൻ്റെ നൽവരമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നൽവരത്തിലൂടെ നമുക്ക് പ്രസംഗിക്കുവാനായിട്ട് കഴിയും. പ്രസംഗം എന്നുള്ളത് കർമ്മമായി മാറുമ്പോഴാണ്, പ്രവൃത്തിയായി മാറുമ്പോഴാണ് സ്വർഗം ഏറ്റവും അധികം സന്തോഷിക്കും. എത്ര സമയം വേണമെങ്കിലും നമുക്ക് പ്രസംഗിക്കാൻ പറ്റും. ആ പ്രസംഗം മുഴുവൻ സന്ദേശമായി മാറുമ്പോഴാണ് ജീവിതം കൊണ്ട് അർത്ഥം ലഭിക്കും. പ്രിയപ്പെട്ട അലക്സാണ്ടർ ചാൻ തൻ്റെ പ്രസംഗവും പ്രവൃത്തിയും ഒരേ പദത്തിലൂടെ കൊണ്ടുപോകുന്ന ആളാണ്. ആ നിലയിൽ നമ്മുടെ ഇടവകയ്ക്ക് അഭിമാനവും സന്തോഷവുമാണ്. അല്പസമയത്തിന് മുമ്പും നമ്മളോട് ദൈവവചനം സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളെ ഒരുക്കുവാനൊക്കെ വണ്ണം ജ്ഞാന ശുശ്രൂഷ നേതൃത്വം നൽകും. വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ശ്രദ്ധാപൂർവം ആ ധ്യാനത്തിൻ്റെ പങ്കാളികളാകാം. നമ്മൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്ന്, പല ഭാഗങ്ങളിൽ നിന്ന് ഇസ്ലാമിൻ്റെ വന്നു കേട്ടിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹം കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുനാമത്തിൽ സ്നേഹവും ആദരവും സമർപ്പിക്കുന്നു. പരിശുദ്ധമായ ദൈവമാതാവിൻ്റെ ഓർമ്മയിൽ എല്ലാ ബുധനാഴ്ച നടത്തിവരുന്ന ഈ പരിശുദ്ധമായ ധ്യാനത്തിൽ ഇന്നത്തെ ദിവസം വെളിയിൽ വന്നു ചേരുവാനും ദൈവത്തിനെ പങ്കിടുവാനും നമുക്ക് നല്ല അവസരം ലഭിച്ചു. കുഞ്ഞോട് ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് അവസരം ഒരുക്കി തന്ന ഏറ്റവും ബഹുമാനായ അധ്യക്ഷനോട് മാത്രമാണ് നന്ദി സ്നേഹം ഈ സമയത്ത് ഞാൻ പരിശുദ്ധമായ പത്രോസ് പൗലോസ്ലീഹയുടെ നോമ്പിൽ കൂടി നാം യാത്ര ചെയ്യുക. എല്ലാവർക്കും അറിയാമോ ഇല്ലയോ എന്നറിയില്ല. യാത്ര ചെയ്യുമ്പോൾ ഒരു ചോദ്യം ഉയർന്നുകൊണ്ടാണ് സന്ദേശത്തിലേക്ക് കടക്കുന്നത്.
എന്തുകൊണ്ടാണ് പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ കൂട്ടത്തിൽ പൗലോസ് ശ്ലീഹ എങ്ങനെ അവിടെ കടന്നു വന്നു? അല്ലെങ്കിൽ മറ്റൊരു ശിഷ്യന്റെ പേര് എന്തുകൊണ്ട് അവിടെ വന്നില്ല? ആർക്കെങ്കിലും അറിയാമോ? എന്തുകൊണ്ടാണ് പൗലോസ് ശ്ലീഹയുടെ നാമം അവിടെ പൗലോസ് ശ്ലീഹയുടെ നാമം എന്തുകൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത്? ആരും ചിന്തിക്കാത്ത ഒരു സംഗതിയാണ്. എന്തുകൊണ്ടാണ് പൗലോസ് എന്ന് സംബോധന ചെയ്യുന്നത്? ഈ 11 സ്ത്രീയന്മാരുണ്ട്, അവരുടെ ആരുടെയെങ്കിലും പേര് അവിടെ ചേർക്കാം. പക്ഷേ പൗലോസ് ശ്ലീഹയുടെ പേരാണ് അവിടെ ചേർത്തിരിക്കുന്നത്. വിഷമിക്കേണ്ട, ഞാൻ തന്നെ പറയാം. ഒന്നാമതായി പത്രോസ് ശ്ലീഹായും പൗലോസ് ശ്ലീഹായും റോമിലാണ് രക്തസാക്ഷിത്വം വഹിച്ചത്. പത്രോസ് ശ്ലീഹ കുരിശിലും പൗലോസ് ശ്ലീഹയുടെ ചേർന്ന് ചെയ്യുമായിരുന്നു. ഇന്ന് പൗലോസ് ശ്ലീഹയുടെ നാമത്തിൽ നാം ധ്യാനിക്കുമ്പോൾ അവരെക്കുറിച്ച് കുറച്ചും കൂടി അറിവുകൾ നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. ഒരു വർഷത്തില് 12 മാസം 12 സ്ത്രീകന്മാർ, ഓരോ മാസം ഓരോ സ്ത്രീകന്മാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇവര് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ശിഷ്യന്മാർ ദൈവവചനവുമായി ഈ ലോകത്തിന്റെ ചുറ്റിനും പുറപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വിശേഷിച്ചാണ്. പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠ അപ്പോസ്തലന്മാർ ആരെന്ന് ചോദിച്ചാൽ പരിശുദ്ധ പത്രോസ് ശ്ലീഹായും പരിശുദ്ധ പൗലോസ് ശ്ലീഹായുമാണ്. ഇവരുടെ രക്തസാക്ഷിത്വം നമുക്കൊന്ന് ശോധന ചെയ്യും. ഒന്നാമതായി സ്വാഭാവിക മരണം പ്രാപിച്ചാണ് യോഹന്നാൻ ശ്ലീഹ. അന്ത്രോസ് ശ്ലീഹ എന്ന ഉപകരണത്തിന്മേൽ തറച്ച് ആണ് കൊന്നത്. ഫിലിപ്പോസ് ശ്ലീഹായെ തലക്കീഴായി സൂക്ഷിച്ചു. അപ്പോഴും സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്തായി ശ്ലീഹായെ ശിരച്ഛേദം ചെയ്യുകയാണ്. ദൈവകാരനായ ശീമോൻ ഈർച്ചപാടിനാൽ അടക്കപ്പെടുകയാണ്. മത്തിയാസ് നരഭോജികളുടെ നടുവിൽ സുവിശേഷം അറിയിച്ച് കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. ശ്ലീഹ നമുക്കറിയാൻ ശൂലം കൊണ്ട് ആണ് കുട്ടിയേറ്റ് മരിച്ചത്. മാർക്കോസ് എവൻഗലിസ്റ്റ് കുതിരവണ്ടിയുടെ പിറകില് കെട്ടിയിട്ട് കുതിര വണ്ടി ഓടിച്ചാണ് മരിച്ചത്. ബർന്നബാസ് കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നു. ലൂക്കോസിനെ കുരിശിൽ തറച്ചു കൊല്ലുകയായിരുന്നു. ഇത് നമ്മൾ അറിയേണ്ടതായ വലിയൊരു സംഗതിയാണ്. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ്. നാം മറന്നുപോകരുത്. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ്, സഭയുടെ ഉറപ്പാണ്. പെരുന്നാളായാലും നോമ്പായാലും ഓർമ്മപ്പെടുത്തലിലേക്കാണ് നാം പറയേണ്ടത്. അവരുടെ ജീവിതത്തിന്റെ ഓർമ്മ, അടുത്ത പരിശുദ്ധ സ്ത്രീയന്മാരുടെ ഓർമ്മ നടത്തപ്പെടുമ്പോൾ ഓർമ്മ മാത്രം പോരാ, അവരുടെ ജീവിതത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് ആവശ്യം. അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും പ്രതിസന്ധികളും അവരനുഭവിച്ച പരിശീലനത്തിൽ നിന്ന് അനുഭവിച്ച എല്ലാ രീതിയിലുള്ള പീഡനങ്ങളും ഇതെല്ലാം നാം ഓർത്താണ് നാം അവരുടെ പെരുന്നാൾ അല്ലെങ്കിൽ അവരുടെ നോയമ്പ് നാം ആഘോഷിക്കേണ്ടത്, അല്ലെങ്കിൽ നോമ്പ് നോക്കേണ്ടത്. ആ ഒരു കാര്യം മറന്നുപോകരുത്. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു? അടുത്ത പൗലോസ് ശ്ലീഹായ അവരുടെ പേര് ഏറ്റെടുത്തത് എന്താണ്? അടുത്ത പൗലോസ് ശ്ലീഹ ലോകത്തെ കീഴ്മേൽ വിളിച്ചു വിശ്വസിയുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പരിശുദ്ധ സഭയ്ക്ക് അതിയായ അഭിവൃദ്ധി ലഭിച്ചു എന്നുള്ളതാണ്. ധാരാളം ലേഖനങ്ങൾ പരിശുദ്ധ പൗലോസ് ശ്ലീഹയുടെയാണ്. ധാരാളം ലേഖനങ്ങൾ. അതുപോലെ പരിശുദ്ധ പൗലോസ് ശ്ലീഹ തന്നെ തന്നെ അവകാശപ്പെടുന്നുണ്ട്, യേശു ക്രിസ്തു എന്നെ അപ്പോസ്തലൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ തന്നെ തന്നെ അവകാശപ്പെടുകയാണ് പരിശുദ്ധ പൗലോസ് ശ്ലീഹ. അങ്ങനെ എല്ലാം കൊണ്ടും 4 കാര്യങ്ങൾ കൊണ്ടും ആണ് പരിശുദ്ധ പൗലോസ് ശ്ലീഹയെ ആ
അധ്യായം 12, 13, 14 ഇതില് വളരെ സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്. യേശു തമ്പുരാൻ എന്തിനാണ് 12 സ്ത്രീകന്മാരെ തിരഞ്ഞെടുത്തത് എന്ന്. വീട്ടിൽ പോയി വായിച്ചാൽ മതി. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് ആര്? ഈ സ്ത്രീകന്മാര്. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വേദം അടയ്ക്ക് വായിക്കുന്നില്ലല്ലോ. അത് വേദം വായിച്ച് വലിയ സമയം കളയാം. വീട്ടിൽ പോയി വായിച്ചാൽ ഒന്ന്, അവരെ പ്രാർത്ഥിക്കുവാൻ ചുമതലപ്പെടുത്തിയപ്പോൾ അവരെന്താ തീർന്നു? അവരെ ഇറങ്ങിപ്പോയി. സ്ത്രീകന്മാർ നമ്മെ ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. അവരെ പ്രാർത്ഥനയ്ക്ക് ചുമതലപ്പെടുത്തിയപ്പോൾ അവർ ഉറങ്ങിപ്പോയി. രണ്ടാമത്, സമുദ്രത്തിൽ കൊടുങ്കാ കടിച്ചപ്പോൾ അവരുടെ വിശ്വാസം തോർന്നുപോയി. കർത്താവിനെ യഹൂദന്മാർ വിളിക്കുമ്പോൾ സ്ത്രീകന്മാർ എല്ലാവരും ചിതറിപ്പോയി. എന്നാൽ യേശുവിനെ ക്രൂശുമരണത്തിന് ശേഷം എല്ലാ സ്ത്രീകന്മാരും ലോകം മുഴുവനും യേശുവിനെ ദൈവവചനം കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിച്ചു എന്നുള്ളതാണ്. മനുഷ്യജീവിതത്തിൽ കഷ്ടതകൾ മൂന്നുണ്ട്. ഒന്നാമത്തെ കഷ്ടത സ്വയം ഏറ്റെടുക്കുന്ന കഷ്ടതയാണ്. രണ്ടാമത് അനീതിയുടെ കഷ്ടത. മൂന്ന്, ആകസ്മികമായുണ്ടാകുന്ന കഷ്ടത. പരിശുദ്ധ സ്ത്രീകന്മാർ ഈ 3 കഷ്ടതകളിൽ കൂടി അവര് അനുഭവിച്ച് നീങ്ങിയവരാണ്. പരിശുദ്ധ സ്ത്രീകന്മാരുടെ നായകുള്ളത് കൊണ്ടാണ് ഇപ്പം മാത്രം അവരെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിത്യതയുടെ വെളിച്ചത്തിൽ കഷ്ടതയുടെ ദൂരം വളരെ ചെറുതാണ്. നാം കഷ്ടം അനുഭവിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു നിത്യതയുടെ വെളിച്ചമുണ്ട്. ആ നിത്യതയുടെ വെളിച്ചം നമ്മൾ കാണുമ്പോൾ കഷ്ടത നമുക്ക് ഒന്നുമില്ലാതായി തീരും. അതുകൊണ്ടാണ് ശിഷ്യന്മാരുടെ സഹോദരന്മാരുടെ രക്തസാക്ഷ്യത്തിൽ അവർ ദർശിച്ചത് നിത്യതയുടെ വെളിച്ചം. നിത്യതയുടെ വെളിച്ചം അവരെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തല്, ശിഷ്യന്മാരെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തല്, കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തല് ഏതാണ് നിങ്ങളുടെ മനസ്സിൽ വന്നു കാണുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ പ്രധാന സന്ദേശത്തിലേക്ക് കിടക്കുന്നു. വളരെ സുപരിചിതവും നാം പലപ്പോഴും പല പ്രാവശ്യം പലരിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതുമായ ദൈവത്തിന്റെ വചനമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചിന്തത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ മാറ്റപ്പെടാത്ത ദൈവത്തിന്റെ വചനം ഒരു വാക്യമെടുത്ത് 10,000-കണക്കിന് ആളുകൾ പറഞ്ഞാലും വ്യാഖ്യാനിച്ചാലും അതിന്റെ വ്യാഖ്യാനം ഒന്ന് തന്നെയാണ് എന്ന് മാത്രമല്ല, കേൾക്കുന്നവർക്ക് അതെപ്പോഴും പുതുമയാണ്. ഇതാണ് ദൈവവചനത്തിന്റെ ഏറ്റവും വലിയ വസ്തുത. ഇപ്പോൾ ഞാൻ ഈ ദൈവവചനം പറഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞ് മറ്റൊരാൾ പറഞ്ഞ് ഈ ദൈവവചനം പറയുമ്പോൾ അവർക്കത് പഴയതായിട്ട് തോന്നുകയില്ല. പിന്നെയോ അവർക്കതൊരു വലിയൊരു പുതുമയായിട്ടാണ് തോന്നുന്നത്. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് കടക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് ചുറ്റും നമ്മുടെ ആകത്തും നിറഞ്ഞു നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ദൈവത്തിന്റെ വചനം. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്കാനല്ല, വേദപുസ്തകം എടുത്ത് ഉറക്കെ വായിക്കുക. അതെ, ആരെങ്കിലും കേട്ടോ ദൈവത്തിന്റെ ബന്ധമായത്? കേട്ടോ? കേട്ടെങ്കിൽ നല്ല കാര്യം. വളരെ ധനികനായ ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
ധനികനായ ചെറുപ്പക്കാരൻ വളരെ തീക്ഷ്ണതയുള്ള ഒരു വ്യക്തിയാണ്. അവന്റെ ജീവിതം ഏത് രീതിയിൽ ഉപയോഗിക്കാനുള്ള പണം അവന്റെ കയ്യിലുണ്ട്. പക്ഷേ അവൻ ഒരു കാര്യം അറിയാം, നമുക്കറിയാൻ വയ്യാത്ത വലിയൊരു സത്യം ഈ ധനവാൻ അറിയാം. എന്ത്? ഈ ലോകത്തിൽ നിന്ന് ഒരു പ്രാവശ്യം കടന്നു പോകണം. നമ്മളെല്ലാം സ്ഥിരതാമസക്കാരാണ്. അതുകൊണ്ട് നമുക്ക് യാതൊരു ചിന്തയുമില്ല. എന്നാൽ ഈ ധനവാനായ മനുഷ്യന് വളരെ ചിന്തയാണ്. അവനറിയാം, ഒരു ദിവസം ഞാൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയി കഴിഞ്ഞാൽ ഈ ധനമൊക്കെ യാതൊരു പ്രയോജനമില്ലാതെ, യാതൊരു വിധത്തിലുള്ള ഉപയോഗമില്ലാതെ അത് കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ എടുത്ത് ശൂന്യമാക്കുകയോ ചെയ്യുകയോ മാത്രമാണ്. പക്ഷേ പിന്നെയോ വരുവാനുള്ള അതിവിസ്മയമായ ലോകത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇപ്പോഴുള്ള ജീവിതത്തെ ക്രമീകരിക്കണം. പ്രകടനം നല്ലതാണ്, കാണാൻ രസമുണ്ട്. പക്ഷേ ആ പ്രകടനം കൊണ്ട് അതിവിസ്മയമായ ലോകത്ത് പ്രവേശിക്കുകയില്ല. അതിവിസ്മയമായ ലോകത്ത് പ്രവേശിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വന്തമായ ജീവിതത്തെ ക്രമീകരിക്കണം. കാരണം എന്റെ യാത്ര ഒറ്റയ്ക്കാണ്. എന്റെ പ്രായം, എന്നെ സ്നേഹിച്ചത്, എന്റെ മാതാപിതാക്കൾ, എന്റെ ആരും രക്തബന്ധങ്ങളും എന്റെ ഉത്തരവാദികളും ആരും എന്റെ കൂടെ വരികയില്ല. എന്റെ യാത്ര ഒറ്റയ്ക്കാണ്. പക്ഷെ ഒരാൾ മാത്രം കൂടെ വരും. അതാ എന്താണ് ഈ ഭൂമിയിൽ നാം ചെയ്തു കൂട്ടിയത് നല്ലതായാലും തീയതാകാനും സകലതും അത് നമ്മുടെ കൂട്ടത്തിൽ വരുവാനുള്ളതാണ്. നമ്മുടെ ചിന്തകളിൽ വരാത്ത ഒരു വലിയ ആഗ്രഹമാണ് ഈ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിലുള്ളത്. ധനികനായ ഒരു മനുഷ്യന്റെ ചിന്തകളിൽ ഇങ്ങനെ ഒരു വിഷയം വരുവാൻ എത്രമാത്രം ആ ചെറുപ്പക്കാരൻ യോഗ്യനാണ് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. പ്രിയരെ, നമ്മൾ എത്ര വേണമെങ്കിലും കടന്നു പോകും. അതിനുശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം തന്നെ ക്രമീകരിക്കണം. പിന്നെ തിരുത്തുവാനുള്ള സമയം ഇപ്പോൾ മാത്രമാണ്. പിന്നെ തിരുത്തുവാനുള്ള സമയം കിട്ടത്തില്ല. ഇപ്പോഴുള്ള സമയം എന്താണ്? വഴക്കും മക്കാണവും അടിയും ഇടിയും ദേഷ്യവും ഈർഷ്യവും പിണക്കും, മറ്റുള്ളവരുടെ പാറകോട്ടിൽ, മറ്റുള്ളവരുടെ കാല് വെട്ടിക്കുറയ്ക്കൽ, ഇതൊക്കെയാണ്. ഇങ്ങനെ ജീവിതം കടന്നു പോവുകയാണ്. ഒരു ദിവസം ഇവിടെ കടന്നു പോകും, അറിയത്തില്ല എപ്പോഴാ കടന്നു പോകുന്നത്. രാത്രി കിടക്കുന്നവൻ രാവിലെ കാണത്തില്ല, രാവിലെ കിടക്കുന്നവൻ രാത്രി കാണത്തില്ല, രാത്രിയിൽ ആ കട്ടിലെ വന്ന് കിടക്കുന്ന അവന് ഗ്യാരണ്ടിയില്ല. മാർക്കറ്റിൽ ഒരു സാധനം മേടിച്ചാൽ അതിന് ഗ്യാരണ്ടിയുണ്ട്. പക്ഷെ നമ്മുടെ ഈ ശ്വാസത്തിന് ഒരു ഗ്യാരണ്ടിയില്ല. അതുകൊണ്ട് നാം നമ്മെ തന്നെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ക്രമീകരിക്കണം. യേശു മുതൽ ആ ധനികനോട് ചോദിക്കുന്നു, ഈ കൽപ്പനകളെ അനുസരിക്കാറുണ്ടോ? ഉടനെ ആ കൽപ്പനകളെ പറയുന്നുണ്ട്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ കൂട്ടുകാരന് നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. എല്ലാവരും കേട്ടുകൊണ്ട് പറയുകയാണ്, ഇതെല്ലാം ഞാൻ അനുസരിക്കുന്നവരാണ് ചെറുപ്പം മുതലേ. ഇപ്പം മുതലല്ല, ചെറുപ്പം മുതലേ ഞാൻ ഇത് സകലതും അനുസരിക്കുന്നതെന്നാണ്. ഇപ്പോൾ ഈ ധനികനായ മനുഷ്യൻ ആരും ആഗ്രഹിക്കാത്ത ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത് അറിയാമോ? എന്താ ചോദിക്കുന്നത്? നിന്നെ തൂക്കി നോക്കുമ്പോൾ നിനക്കൊരു കുറവുണ്ട്. എവിടെയോ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ വാക്കുകളല്ലേ? നിന്നെ തൂക്കി നോക്കിയപ്പോൾ നിനക്ക് കുറവുള്ള മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത്. അതെ, എവിടെയാണ് ഈ വാക്യം കേട്ടത്? പഴയ നിയമത്തിൽ ബെൽസസ്സർ എന്ന രാജാവിന്റെ സന്നിധിയിലെ ഭിത്തിയിലെ 3 കാര്യങ്ങൾ എഴുതുമ്പോൾ അവിടെ അതിന്റെ അർത്ഥമാണ്, നിന്നെ ഞാൻ തൂക്കി നോക്കിയിരിക്കുന്നു, നിനക്ക് ഒരു കുറവുണ്ട്. ഇവിടെ എന്താണ് പറയുന്നത്? ഈ ധനികനായ മനുഷ്യൻ പറയുന്നത്, എന്റെ കുറവ് എന്താണ് എന്നാണ് കർത്താവിനോട് ചോദിക്കുന്നത്. എന്റെ കുറവ് എന്താണ് കർത്താവിനോട് ചോദിക്കുകയാണ്. ഉടനെയാണ് കർത്താവ് പറയുന്നത്, നീ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ
പകുത്തു കൊടുക്കണം. അങ്ങനെ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗ്രഹിക്കുക. സ്വയം ചിന്തിച്ചു നോക്കൂ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടോ? കോടികൾ എടുത്ത് ഉപയോഗിക്കാനല്ല അവിടെ പറയുന്നത്. സ്വർഗത്തില് കോടികൾ എടുത്തിടാനല്ല പറയുന്നത്. ഒരു ദരിദ്രന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താലും അത് സ്വർഗത്തിൽ നിക്ഷേപം. നാം അത് ഓർക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള്, നാം ചെയ്യുന്ന നല്ല പ്രവൃത്തികള്, അതിനൊരു പൂർണ്ണതയുണ്ട്. പൂർണ്ണത ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടെങ്കിൽ മാത്രമേ നീ ചെയ്യുന്ന, ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു പൂർണ്ണതയുണ്ടാവും. സ്വർഗത്തിൽ നിക്ഷേപിക്കണമെന്ന് വെച്ച് നാം ധാരാളം പണം കൊണ്ടിടുകയല്ല എൻ്റെ അർത്ഥം. ആരെങ്കിലും കൈ നീട്ടിയാൽ ആ കൈ വെറും കൈയോടെ മടക്കാതെ എന്തെങ്കിലും അതിൽ നിക്ഷേപിച്ച് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. സ്വർഗത്തിലെ നിക്ഷേപം എന്താണ്? വീണ്ടും പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുത്തിന് ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കൊടുത്താൽ അത് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും. യേശുമ്പുരാൻ പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ പ്രവേശനത്തിന് തടങ്കലായി നിൽക്കുന്നത് എന്താണ്? നിന്റെ സമ്പത്താണ്, നിന്റെ ധനമാണ്. അതാണ് തടങ്കലായി നിൽക്കുന്നത്. ഭൂമിയിലെ ധനം സ്വർഗത്തിലെ അക്കൗണ്ടിൽ നിക്ഷേപിക്കും. ഭൂമിയിലെ ധനം സ്വർഗത്തിലെ അക്കൗണ്ടിൽ നിക്ഷേപിക്കും. ആനക്കാരനെ കണ്ടിട്ടുണ്ട്? ആനക്കാരൻ, നാട്ടാനയുടെ ആനക്കാരൻ. നാട്ടാനയൊക്കെ ആനക്കാരനെ. ആ ആനക്കാരന്റെ ശരീരം നോക്കിയാൽ ആനയുടെ തുമ്പിക്കയുടെ അത്രയേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ശരീരം. പക്ഷേ ആ ആനക്കാരൻ ആനയോട് പറയുകയാണ്, നീ അടുത്തോട്ട് ചേരി. അവൻ അടുത്തോട്ട് ചേരി, വലത്തോട്ട് ചേരി, കിടക്ക്, എഴുന്നേരും. ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെയാണ് അത് ആ കനം കുറഞ്ഞ മനുഷ്യന്റെ ആജ്ഞകൾ അനുസരിച്ച് ചെയ്തു. ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ. എന്നാൽ ഈ ആന ഒരു സമയത്ത് കാട്ടാനയായിരുന്നു. ഈ കാട്ടാന എന്താ ചെയ്യുന്നത്? മനുഷ്യനെ കൊല്ലുക, മുന്നോട്ട് പോകുന്നതെല്ലാം ചവിട്ടി മെതിച്ചു കളയുക, പിഴുതെറിയുക, ഇതൊക്കെയായിരുന്നു ഇതിന്റെ ജോലി. എന്നാൽ ഇതിനെ കെണിവെച്ച് പിടിച്ച് 3 മാസത്തെ ട്രെയിനിങ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അവന്റെ എല്ലാ മനോഭാവങ്ങളും മാറി അവനൊരു പിഞ്ചു കുഞ്ഞായി മാറി. കാട്ടാന മാറിയിട്ട് നാട്ടാനയായി. അവന്റെ പാപ്പാനെ, അവന്റെ യജമാനെ അനുസരിക്കുന്ന കുഞ്ഞായിട്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? ഭൗതിക ജീവിതത്തിൽ നിറയാതെ, ഭൗതികമായ ജീവിതത്തിൽ കിടന്ന് നിറയാതെ എന്താ ചെയ്യേണ്ടത്? ദൈവത്തോട് ചേർന്ന്, ദൈവത്തോട് സംസർഗം ചെയ്ത്, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നാമം ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ അറിയാതെ തന്നെ, പറയാതെ തന്നെ, ആരും ഉപദേശിക്കാതെ തന്നെ നാം അവൻ്റെ കൽപ്പനകൾക്കുമാണ്, നാം അവൻ്റെ കൽപ്പനകൾ അനുസരിക്കും എന്നുള്ളത്. 27-ാം സങ്കീർത്തനം 4, 5, 6 വാക്യങ്ങളിൽ ദാവീദിന്റെ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ ദാവീദിന് ഒന്നു മാത്രമേ ഉള്ളായിരുന്നു. എന്ത്? ഈ സങ്കീർത്തനം അവരൊക്കെ വായിക്കണം. 4, 5, 6. 27 അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. അനന്ത ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ആയുഷ്കാലം മുഴുവനും ദൈവാലയത്തിൽ ഇരിക്കുവാനാണ് ദാവീദ്. നോക്കേണ്ട സമയത്ത് രാജാവും രാജതന്ത്രജ്ഞനുമായ ദാവീദ് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ഒന്നുമില്ല. പക്ഷേ ദൈവാലയം വിടാൻ സമ്മതിക്കുന്നില്ല. ദേവാലയത്തിൽ വന്ന് ഇരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ എന്താണ് പറയുന്നത്?
ദാവീദിന് ധൈര്യവും ശക്തിയും ലഭിക്കുന്നത് ദൈവത്തിന്റെ ആരാധനയ്ക്ക്. നാം എപ്പോഴും ശ്രദ്ധിക്കണം, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ദൈവത്തിന്റെ കൃപാദങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ ആ പ്രതിസന്ധികളെല്ലാം തന്നെ നീങ്ങിപ്പോകും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ശക്തി, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ രീതിയിലുള്ള നല്ല കാര്യങ്ങളും ദൈവത്തെ ആരാധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. 3 കാര്യങ്ങളാണ് ദാവീദ് പറയുന്നത്. 1, ആലയത്തിൽ പാർക്കുക. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം വിശുദ്ധ ദേവാലയത്തിൽ വന്ന് പാർക്കുക. വിശുദ്ധ ദേവാലയത്തിൽ വന്ന് പാർക്കുക. ദൈവത്തിൻ്റെ സിംഹാസനം, ദൈവം വസിക്കുന്ന സ്ഥലം, അവിടെ വന്ന് ഇരിക്കുക. 2ാമത് പറയുന്നത്, അവിടെ വന്ന് ഇരുന്നിട്ട് ചുമ്മാതിരിക്കുവാനല്ല, അവിടെ ഇരുന്ന് ഉറങ്ങാനല്ല വരുന്നത്. പിന്നെ ധ്യാനിക്കണം. എന്തോ ധ്യാനിക്കുന്നേ? കുഞ്ഞുനാൾ മുതൽ ഈ സമയം വരെ എൻ്റെ ദൈവം എനിക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും, നല്ലതായാലും തീയതായാലും എല്ലാം ഓർത്ത് അവന് സ്തുതി നൽകണം, അവന് സ്തോത്രം നൽകണം. അതാണ് അവന് ഇഷ്ടം. അതെല്ലാം ചെയ്തു കഴിഞ്ഞ് വെളിയിലേക്ക് പോകുമ്പോൾ ഇതാ ലോട്ടറിക്കാരൻ കാത്തിരിക്കുകയാണ്. എടുത്തോണ്ട് പോകും ലക്ഷങ്ങൾ, കോടികൾ. ദൈവത്തിൻ്റെ മനോഹരത്വം, ദൈവത്തിൻ്റെ തേജസ് ദർശിക്കുക. അങ്ങനെ ഒരു തേജസ് എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെങ്കിലും വായിച്ചിട്ടുണ്ടോ? ശലോമൻ രാജാവ് ദേവാലയം 10-15 വർഷം കൊണ്ട് പണിഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ കൂദാശ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മനോഹരത്വം, ദൈവം ഇറങ്ങി വരികയാണ്. ദൈവത്തിന്റെ തേജസ് അവിടെ ഇറങ്ങി വരിക. ദൈവത്തിന്റെ തേജസ് ശലോമൻ. നമ്മുടെ വിശുദ്ധ ദേവാലയം കൂദാശ ചെയ്യാൻ പോകുക. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. വളരെ ആത്മാർത്ഥം. ഒത്തിരി കഷ്ടപ്പാടുകളാണ് അതിൻ്റെ പുറകെ. ആ കഷ്ടപ്പാടുകളിൽ ആരെല്ലാം കൈവരുന്നത് വെച്ചത് അതെല്ലാം ദൈവം അനുഗ്രഹിക്കുന്നു. നമ്മിൽ ധാരാളം നന്മകളുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയാമോ? മൺകലത്തിൽ ചോർച്ച സംഭവിച്ചതുപോലെയാണ് സംഭവിക്കുന്നത്. ചോർച്ച സംഭവിച്ച മൺകലത്തില് നാം വെള്ളം നിറച്ചു കഴിഞ്ഞാൽ കുറച്ചു കഴിയുമ്പോൾ എന്താണ്? അത് ശൂന്യമായി മാറുകയാണ്. അതുപോലെ ധാരാളം നന്മകൾ നമ്മിലുണ്ട്. പക്ഷെ എന്താണ്? ഭൗതികമായ പിടുത്തങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ളതുകൊണ്ട്, നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട്, നമ്മുടെ ചിന്തകളിലുള്ളതുകൊണ്ട്, നമ്മുടെ ഹൃദയത്തിലുള്ളതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ നല്ലതെല്ലാം ചോർന്നു, എല്ലാം പിശാച് അടിച്ചു മാറ്റുകയാണ്. നാം മനസ്സിലാക്കണം. എല്ലാം പിശാച് തുടച്ചു മാറ്റുകയാണ്. ഇപ്പൊ മൺകലത്തിൽ പിടിച്ച് ഇഴുത്ത വീണതുപോലെയാണ് നമ്മുടെ ജീവിതം. നല്ല കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ ഇതിന്റെ മൺകലത്തിലെ ചോർച്ച പോലെ ആയിത്തീരും. ഉദാഹരണമായ ഒരു വീപ്പ നിറച്ച് വെള്ളമാണ്. പക്ഷെ എന്താണ്? വീപ്പയുടെ അടിയിലൊരു കിഴറ്റുണ്ട്. അത് എന്ത് പറ്റി? ആ കിഴറ്റിൽ കൂടെ വെള്ളം ഇങ്ങനെ ഡ്രോപ്പായി ഇങ്ങനെ വീണ് അവിടെ കുറച്ച് മാസങ്ങൾ, വർഷങ്ങൾ കഴിയുമ്പോൾ അവിടെ വലിയ അഗാധമായ ഒരു കുഴിയാണ്. വീപ്പ ശൂന്യമാകും. നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെയാണ്. അഗാധമായ ഗർത്തത്തിലേക്കാണ് നാം ചെന്ന് വീഴുന്നത് എന്ന് നാം മറന്നു പോകരുത്. ആ സമയത്ത് രക്ഷിക്കാനോ ആ സമയത്ത് നമ്മളെ സംബന്ധിച്ച് എന്തെങ്കിലും ചെയ്യുവാനോ സഹായിക്കാനോ ആരും ആ രീതിയിലായിരിക്കണം പ്രിയരെ നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കേണ്ടത്. തുടങ്ങരുത്. സുഖമുണ്ട്, സുന്ദരമായ ശാന്തമായ അന്തരീക്ഷം, ആൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഉറക്കം തന്നെ വരും.
മോശയോട് പറഞ്ഞു, നിന്റെ കൈ ഉള്ളിലേക്ക് ഇടുക. ഉള്ളിലേക്ക് ഇട്ടു. ആ കൈ പുറത്തെടുക്കുക. പുറത്തെടുത്തപ്പോൾ എന്തായി? കൈ മുഴുവനും കുഷ്ഠമായി. ഒരു പ്രാർത്ഥനയില് ഇത് സംബന്ധിച്ച് പ്രസംഗിച്ചപ്പോഴ് ഒരു സ്ത്രീ വെളിയിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഈ കൈ വെളിയിലെടുത്തപ്പോൾ കുഷ്ഠമായത് അത് എവിടെയാണ്, അത് ഏത് അധ്യായത്തിലാണ്, എവിടെയാണ്? എനിക്കത് പറഞ്ഞു തന്നില്ലെങ്കിൽ എനിക്ക് ഇന്ന് ഉറക്കം വരികയില്ല. എനിക്കത് പറഞ്ഞു തരണം. അത് പറഞ്ഞു കൊടുത്തു. അതിന് എന്താണ് മനസ്സിലായത്? ആ സ്ത്രീക്ക് ദൈവവചനത്തോട് അഭിരുചി. അതാണ് അതിന് മനസ്സിലാക്കുന്നത്. അവർക്ക് ദൈവവചനത്തോടുള്ള രുചിയാണ്. അവർക്ക് ആ സമയത്ത് തന്നെ ആ വാക്യവും അധ്യായവും വേണം. മനുഷ്യ സ്വഭാവവും ഇതുപോലെ തന്നെയാണ്. ബാഹ്യമായി നോക്കുമ്പോൾ വളരെ ശാന്തമാണ്. എന്നാൽ ആന്തരികമായ ഭൗതിക ആവശ്യങ്ങൾ നമ്മുടെ ഉയർച്ചയിൽ, നമ്മുടെ തലയുടെ ഉള്ളിൽ കിടന്ന് അനങ്ങുകയാണ്. ദൈവം നമ്മുടെ പുറമേയുള്ള കുറവുകളെ കാണുമ്പോൾ അവൻ എന്താണ് ചെയ്യേണ്ടത്? ആ പുറമേയുള്ള കുറവുകളെ പരിപൂർണമായി ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. അകത്തുള്ള മനുഷ്യൻ അവൻ സുന്ദരമാക്കുവാണെങ്കിൽ, അവൻ സുന്ദരമാകണമെങ്കിൽ ഭാഗ്യമായിട്ടുള്ളത് പലതും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നിന്റെ കയ്യിലിരിക്കുന്നത് പലതും ദൈവത്തിന് ഇഷ്ടമല്ല. ഓർക്കുക, നിന്റെ കയ്യിലിരിക്കുന്നത് പലതും ദൈവത്തിന് ഇഷ്ടമല്ല. അത് പരിപൂർണമായി ഉപേക്ഷിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. തിരുത്തുവാനുള്ള സമയം വീണ്ടും പറയുകയാണ്, ഇപ്പോൾ മാത്രമാണ്. അന്താപത്തിന്റെ കണ്ണുനീരിലാണ് എന്ത് ജീവിതം ക്രമീകരിക്കേണ്ടത്. അന്താപത്തിന്റെ കണ്ണുനീരിൽ, കരച്ചിലിൽ കൂടി, കണ്ണുനീരിൽ കൂടിയാണ് ജീവിതത്തെ നാം ക്രമീകരിക്കുന്നത്. സ്വയം ധരിക്കാതെ ക്രൂശ് ചുമക്കുവാൻ സാധ്യമല്ല. കഷ്ടപ്പാട് സഹിക്കാതെ ദൈവത്തിന്റെ ക്രൂശ് ചുമക്കുവാൻ, അല്ലെങ്കിൽ കഷ്ടപ്പാടുകളുടെ ക്രൂശ് ചുമക്കുവാൻ നമുക്ക് സാധിക്കില്ല. വീട്ടിൽ പ്രായമുള്ള അമ്മച്ചിമാരുണ്ട്. അവരെ ശുശ്രൂഷിക്കേണ്ടത്, അവരെ നോക്കേണ്ടത്, അവരുടെ കാര്യങ്ങളെ എല്ലാം സമയാസമയങ്ങളിൽ കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് ആത്മാർത്ഥതയോട് ചെയ്യുമ്പോൾ ആണ് എന്ത് കിട്ടുന്നത്? ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്. അതിനെ പറയുന്ന സ്വയം ത്യജിക്കുക എന്നാണ്. സ്വയം ത്യജിക്കുക എന്നാൽ മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ടതാകരുത്. സ്വയം ത്യജിക്കുക. ഇടവകയിലെ അച്ഛൻ ഒരു മകനോട് പറഞ്ഞു, നിന്റെ അമ്മച്ചി എത്ര നാളായി വിശുദ്ധ ദേവാലയത്തിൽ വന്നിട്ട്, അടുത്ത ഞായറാഴ്ച നീ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. അടുത്ത ഞായറാഴ്ചയായി അവൻ അമ്മച്ചിയെ നല്ലപോലെ ഒരുക്കി, എല്ലാം പുതിയ പുതിയ വസ്ത്രങ്ങൾ, അത് ജീവിതത്തിൽ കണ്ടിട്ടില്ല, പുതിയ പുതിയ വസ്ത്രങ്ങളെല്ലാം ഇട്ടൊരുക്കി, മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ വന്നു വിശുദ്ധ ദേവാലയത്തിൽ. പിന്നെ അമ്മച്ചിയെ പിടിക്കുന്നത്, അമ്മച്ചിയെ ഇരുത്തുന്നത്, അതൊക്കെ കാണേണ്ടതാണ്. അമ്മച്ചിയെ ഇരുത്തുന്നത്, എഴുന്നേൽപ്പിക്കുന്നത് എത്രമാത്രം അവരുടെ സഹായമുണ്ട്. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഇതെല്ലാം വെറും ഭാഗ്യമായ പ്രകടനം മാത്രമാണ്. മുകളിൽ ദൈവമുണ്ട്, അയക്കണം. മുകളിൽ ദൈവമുണ്ട് എന്നുള്ള പേടി വേണം. കാരണം ഞാനും ഈ അവസ്ഥയിലെത്തും. എപ്പോഴും നമ്മൾ ചെറുപ്പക്കാരായിട്ടിരിക്കത്തില്ല. ഒരു സമയം വരും, ആ സ്ഥാനത്ത് ഞാനും എത്തും. അന്ന് എന്നെ ആരും നോക്കും, ആരെന്നെ കാണും. അതിനെയാണ് ജീവിതത്തെ ക്രമീകരിക്കണം എന്ന് പറയുന്നത്. ഇപ്പോഴേ ഇതൊക്കെ ഓർമ്മകളാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓർമ്മകളാണിത്. ദൈവം എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാനും ആ സ്ഥാനത്തെത്തും എന്നുള്ള ചിന്ത. ഇന്ന് നാം ഇവിടെ പോകുമ്പോൾ ആ ധനികനായ മനുഷ്യനെ പോലെ ദുഃഖിച്ചു പോകരുത്. നമ്മുടെ കുറവുകളെ നമ്മൾ പരിപൂർണമായി ഉപേക്ഷിച്ചിട്ട് നമുക്ക് തിരിച്ചു വരണം. നമ്മുടെ കുറവുകളെ പരിപൂർണമായി ഉപേക്ഷിച്ചിട്ട് നല്ലൊരു തീരുമാനമെടുത്തിട്ട്, നല്ലൊരു തീരുമാനം, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകത്തക്ക വിധത്തിൽ ഉള്ള തീരുമാനം എടുത്തിട്ട് ദൈവത്തെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്താൽ നാം എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഇവിടെ
ക്രിസ്ത്യൻ ജീവിതം ഞാൻ വചനത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ക്രിസ്ത്യൻ ജീവിതമാകുന്ന ഈ മരുഭൂമിയിൽ, ക്രിസ്ത്യൻ ജീവിതമാകുന്ന ഈ മരുഭൂമി ഓർമ്മ വേണം. ക്രിസ്ത്യൻ ജീവിതമാകുന്ന മരുഭൂമിയാണ്. ക്രിസ്ത്യൻ ജീവിതമാകുന്ന ഈ മരുഭൂമി നാം യാത്ര ചെയ്യുന്നു. ദുഃഖത്തിന്റെയും ഓർമ്മ വേണം, ദുഃഖത്തിന്റെയും വേദനയുടെയും പ്രശ്നങ്ങളുടെയും തളർച്ചയുടെയും ബന്ധനങ്ങളുടെയും മാറാരോഗങ്ങളുടെയും കടങ്കലിന്റെയും ഇരുട്ടുമുറിയിലെ പ്രത്യാശയറ്റ് വിലപിച്ച് കഴിയാതെ അവിടെയാണ് ഓർത്തു പോകേണ്ടത്. പ്രത്യാശയറ്റ് സകല ആഗ്രഹങ്ങളും മറ്റ് ഇനി എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്കാരുമില്ല, ഞാൻ തീർന്നു. ആ പ്രത്യാശയറ്റ് ആ മുറിയിൽ ജീവിക്കുമ്പോൾ ഇത് ചെയ്യണം. കണ്ണ് മുകളിലേക്ക് ഉയർത്തണം, കണ്ണ് മുകളിലേക്ക് ഉയർത്തണം. എന്തിനാ മുകളിലേക്ക് ഉയർത്തുന്നത്? അഗാധമായ സമുദ്രത്തിൽ കൂടി ഊളിയിട്ട് പോകുന്ന മീനിന്റെ ഉള്ളിൽ ഒരു വെള്ളി നാണയമുണ്ട് എന്ന് ദർശിക്കാവുന്ന ആ ദൈവത്തിന്റെ കണ്ണുകൾ ആ മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മെ ദർശിക്കുകയും ആ കണ്ണുകളാണ് നമ്മെ ദർശിക്കുന്നത്. മടുത്തു പോകരുത്, മടുത്തു പോകരുത്. ഒന്നല്ല, രണ്ടല്ല, ഏഴല്ല, ഏരിയാവ് പ്രാർത്ഥിച്ചു. ഇതിനു വേണ്ടിയാ പ്രാർത്ഥിച്ച ഏരിയാവ് 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അതുപോലെ കസേരയില്ലല്ല പ്രാർത്ഥിച്ചത്. ശരീരത്തിന് കഷ്ടം കൊടുത്ത്, ശരീരത്തിന് പ്രയാസം കൊടുത്ത് മുട്ടിനിടയിൽ കൈകൾ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് 7 പ്രാവശ്യം മഴയ്ക്ക് വേണ്ടി. പ്രാർത്ഥിച്ച് നിരന്തരമായ പ്രാർത്ഥന ഇത് ഒരു ശേഷിപ്പ് പ്രാർത്ഥന, ഒരു ശേഷിപ്പ് പ്രാർത്ഥന, മറുപടി ലഭിക്കുന്നവരെ മടങ്ങിപ്പോകാതെ പ്രാർത്ഥന, തകർന്ന ജീവിതത്തെ പുനരുത്ഥാനത്തിൽ വീണ്ടും പണിയുകയും ചെയ്യുന്ന സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി ഹോമിച്ച ആ സ്നേഹവാനായ കൃപാലുവായ ആ ദൈവമാണ് നമ്മുടേത്. ദൈവയുടെ നിറകുടമാണ് ദൈവയുടെ നിറകുടം. ആ ദൈവമാണ് നമ്മുടെ ഈ ദൈവം നിലവിളിച്ചു അവന്റെ സകലാനർത്ഥങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. സദൃശവാക്യം 23:18 ഉറക്കെ വരും. സദൃശവാക്യം 23:18 മതി. വായിച്ചു കേട്ടു. ഇനി വേദസമാണ് നാം തിരിച്ചു പോകുമ്പോൾ ചിന്തിക്കണം, ധനവാനെ പോലെ പ്രിയരെ നാം ദുഃഖിച്ചു പോകരുത്. ധനവാനെ പോലെ നാം ദുഃഖിച്ചു, ഇവിടെ ശ്രദ്ധയില് ധനവാനെ പോലെ നാം ദുഃഖിച്ചു പോകരുത്. ഒരു നല്ലൊരു തീരുമാനം എടുത്തിട്ട് വേണം ഇവിടെ നിന്ന് യാത്ര ചെയ്യിക്കാൻ. പോക മാത്രമല്ല, മടങ്ങി വരണം. ഒരു നാട്ടാനയുടെ പാപ്പാനായിട്ട്, ഒരു കാട്ടാനയല്ല, ഒരു നാട്ടാനയായി മാറുക. കേട്ട ദൈവത്തിൽ കൂടി നമുക്ക് സ്വർഗത്തിൽ ഒരു നിക്ഷേപം ഉണ്ടാവും. ഒരു ഗ്ലാസ് വെള്ളമായാലും സാധനം, പക്ഷെ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാകും. നാം ചെയ്യുന്ന ഏത് നല്ല പ്രവൃത്തികൾക്കും ഒരു പൂർണ്ണത ഉണ്ടാകും. അധനീയനായ മനുഷ്യന്റെ ആഗ്രഹം വളരെ ധനവാനാണ്. അവന്റെ ജീവിതം അവൻ ഏത് രീതിയിലും ആശിച്ചില്ല. പക്ഷേ അവനങ്ങനെ ചെയ്തില്ല. അവനങ്ങനെ ചെയ്യാതെ എന്തുപറ്റി? കർത്താവിന്റെ അടുക്കൽ വന്നു, എനിക്ക് മറ്റു രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യുന്നത്? പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ധനം അവൻ എന്ത് ചെയ്യാനാണ്? ആ കൂട്ടിയ ധനം അവൻ എന്ത് ചെയ്യുവാനാണ്? അവൻ അത്
ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ മിനിറ്റുകളിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനൊക്കെ വന്നു ദൈവത്തിനെ ഓർത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. നമ്മളെല്ലാവരും ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. സ്വർഗരാജ്യത്തിൽ നല്ല നിക്ഷേപം ഉണ്ടാകുവാനൊക്കെ വന്നു ദൈവത്തിൻ്റെ ജീവനുള്ള ഈ വചനം നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥന. അലക്സാണ്ടർ നല്ലൊരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഒരു വലിയ സ്ട്രിക്റ്റ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും വളരെ ധൈര്യക്ഷമം കേൾക്കാനായിട്ട് സാധിച്ചു. പട്ടാളക്കാർ നല്ല കർക്കശക്കാരാണ്, പങ്ക്ച്വലാണ്, എല്ലാ കാര്യങ്ങൾക്കും അവരുടേതായ ഡിസിപ്ലിനാണ്. അതിനുപരിയായിട്ട് നമ്മയും നമ്മുടെ രാജ്യത്തെയും ഒക്കെ സംരക്ഷിക്കുന്നവരാണ് അതിർത്തി കാക്കുന്ന പട്ടാള ഉദ്യോഗസ്ഥർ. അവരോട് നമുക്ക് ഏറ്റവും വലിയ കടപ്പാടാണുള്ളത്. നമ്മളൊക്കെ അവർ മഞ്ഞിലും വെയിലത്തും മഴയത്തും ഒക്കെ നിൽക്കുമ്പോൾ രാജ്യം അവരുടെ സുരക്ഷയുള്ള കവചം കൊണ്ടിങ്ങനെ അണിഞ്ഞു നിർത്തപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു നല്ലൊരു പട്ടാള ഉദ്യോഗസ്ഥനായി. അദ്ദേഹത്തിൻ്റെ ഓരോ വരികളിലും ആ ഉദ്യോഗസ്ഥൻ്റെ ഒരു കർക്കശ മനോഭാവം ഉണ്ടായിരുന്നു. യോഹന്നാസ്നാപകനെ നമുക്കെല്ലാം വലിയ ഇഷ്ടമാണ്. അതിനുവേണ്ടി യോഹന്നാസ്നാപകനെ ഞങ്ങൾക്ക് വേണ്ടി യോഹന്നാസ്നാപകന്റെ പ്രസംഗം ആർക്കും ഇഷ്ടമായിരുന്നു. കാരണം സർവസന്തതികളെ വരുവാനിരിക്കുന്ന ന്യായവിധി ഓർത്ത് മാനസാന്തരപ്പെടുകയാണ്. പ്രസംഗം എന്ന് പറയുന്നത് നമ്മളെ അനുതാപത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം, രൂപാന്തരം ഉണ്ടാകണം. ധനവാൻ തിരിച്ചു പോവുകയാണ്. യേശുക്രിസ്തു നമ്മെ സ്വർഗീയ നിക്ഷേപത്തിലേക്ക് മടക്കിക്കൊണ്ട് പോവുകയാണ്. ദൈവാലയമാണ് നിത്യജീവനിലേക്കുള്ള വഴിയും മാർഗവും. ദൈവാലയത്തിൻ്റെ ശുദ്ധീകരണം നമ്മുടെ ശുദ്ധീകരണത്തിലൂടെയാണ് സാധ്യമാകുന്നത്. യഥാർത്ഥ നിക്ഷേപം നമുക്ക് ലഭ്യമാകുവാനൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുകയും പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ശ്രീ പി ടി അലക്സാണ്ടർ നമ്മുടെ ഭദ്രാസനത്തിൻ്റെ സെൻറ് ജോസഫ് കോളേജിൻ്റെ ഡിസ്ട്രിക്ട് സെക്രട്ടറിയായി ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ശുശ്രൂഷിച്ചു. തുടർന്ന് പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തി നമുക്ക് വചനങ്ങളെ പകർന്നുവാനുള്ള ആരോഗ്യവും സമാധാനവും സൗഖ്യവും സ്വസ്ഥതയും പ്രദാനം ചെയ്യട്ടെ. ദൈവമായ സ്നേഹവും സന്തോഷവും ആഗ്രഹവും കടപ്പാടും നമ്മുടെ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരെയും എല്ലാവർക്കും തന്നെ നേർച്ചയായി ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് അത് ക്രമീകരിക്കുന്നത് പുതിയ പ്രിയപ്പെട്ട ശരീരവും കുടുംബവുമാണ്. ആ കുടുംബത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധരാകുന്ന അവരുടെ മധ്യസ്ഥതയാണ് സമൃദ്ധമായി